ഇനി ഇന്നലെ പത്രസമ്മേളനം നടത്തി ഒരു കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ലേ, അതായത് PMC പദ്ധതിയെ പറ്റി. ഞങ്ങൾ എന്താ ചെയ്തത്? ആരാ ഒപ്പിട്ടത് PMCയിൽ? ആരാ ഒപ്പിട്ടത്? എന്റെ ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്, ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചു ഇല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ മീനിങ്ങാണ് മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റില് മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ചെയ്യുന്ന ഈ എഗ്രിമെന്റ് എന്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ? നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോ പിന്മാറായിരുന്നില്ലേ? ഒക്ടോബർ 27, 2025 ദേശാഭിമാനി പത്രത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയൊരു ലേഖനമുണ്ട്. എല്ലാത്തിനുള്ള മറുപടിയാണ്. PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ മത്സരിക്കുകയാണ് ചിലർ. അതിൽ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും കൂടിയുണ്ട്. നിങ്ങൾ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നത് നടപ്പാക്കേണ്ടി വരും എന്നത് അവാസ്തവമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പേജ് 17 പാരഗ്രാഫ് 3. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഞാനല്ല. മാത്രവുമല്ല, രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഏക സംസ്ഥാനവും കേരളമാണ്. അക്കാഡമികപരമായി ഏത് പുസ്തകം സ്വീകരിച്ചാലും അതിലെ ഏത് പാഠം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ശിവൻകുട്ടി, അതുകൊണ്ടാണ് NCERT രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത്. ഇതിലും തൃപ്തിയില്ലാത്തവർ PMC നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതാണ്. ഇതെനിക്ക് പിണറായി വിജയനോട് പറഞ്ഞാൽ പോരെ ഈ മറുപടി? ശിവൻകുട്ടിയോട് എനിക്ക് പറഞ്ഞാൽ പോലെ ഈ മറുപടി? ഇനി കേട്ടോളൂ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗപ്പെടുത്തിയാണ്. കറക്റ്റ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടുകളായി മാറുകയും ചെയ്യും. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാ. സമഗ്ര ശിക്ഷ, PM പോഷൻ സ്റ്റാർസ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നിവയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ PM ഉഷയും ഇതിനകം തന്നെ നാം നടപ്പാക്കി വരുന്നു. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. ഞാൻ ഒന്നും പറയുന്നത് അല്ലല്ല, വെയിറ്റ് കംപ്ലീറ്റ്. നിങ്ങൾ തന്നെ കുറെ നേരമല്ല ചോദിക്കുന്നത്. കംപ്ലീറ്റ്. കേന്ദ്ര സമ്മർദ്ദത്തിൽ ആദ്യം ഒരു ആയുഷ്മാൻ ആരോഗ്യ മന്ത്രം ഏതോ കേന്ദ്രത്തിന്റെ പേര് വെക്കണം എന്ന് പറഞ്ഞു. ഇതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ സമ്മതിച്ചു. കേരള ഗവൺമെന്റ് സീഡ്സ് ഗ്രൗണ്ട് എഗ്രീസ് ടു റീനെയിം ഹെൽത്ത് സെന്റേഴ്സ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടുന്നതിന്റെ പേരിൽ 2 കൊല്ലം പൈസ മേടിക്കാതിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് കാര്യങ്ങള്. അപ്പൊ വെറുതെ ഞാൻ ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോ 4 എണ്ണം സ്വന്തം നെഞ്ചിലേക്കാണെന്ന് വിചാരിച്ചാൽ മതി. പറയുമ്പോ എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ശിവൻകുട്ടിയും മറുപടി പറയില്ല. അത് ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ മേടിക്കും. ശിവൻകുട്ടി പറഞ്ഞല്ലോ അത് ഉണ്ടെന്ന്. ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇനിയിപ്പോ സംശയം വേണ്ടല്ലോ. മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഒപ്പിട്ട അദ്ദേഹം പറഞ്ഞല്ലോ, കരിക്കുലത്തിന് ഒരു ഫ്രീഡത്തിന് കുഴപ്പമില്ല, ഇഷ്ടം പോലെ. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ഒരു പദ്ധതിക്കും പൈസ വരുന്നത്. പേരുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഇടും. അത് UPA ഗവൺമെന്റ് ഉള്ളപ്പോ സമയത്തും ഓരോ പേര് വരും. ചിലപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിൽ വരും. ഇന്ദിരാ ആവാസ് യോജനയായിരുന്നു പണ്ട് ഈ PMAY പദ്ധതിയുടെ പേര്. ഇന്ദിരാ ആവാസ് യോജന അതൊക്കെ ഇടും. പേരിലല്ലല്ലോ കാര്യം. ആരുടെ പണമാണ്? അവരുടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് തരുന്ന പണമാണോ? നമുക്ക് തരുന്ന ഔദാര്യമാണോ? കേരളം GST അടയ്ക്കുന്ന ഓരോ മലയാളിയും അടയ്ക്കുന്ന GSTയുടെ പകുതി കേന്ദ്രത്തിലേക്ക് പോകുന്നു. പകുതി 50%. പിന്നെ ഇവിടുന്ന് പെട്രോളിയം ഇത് പോകുന്നത് ഇതൊക്കെ അതുകൊണ്ട് ഈ പണം കളയാൻ വേണ്ടിയിട്ടുള്ള ഇതിനെല്ലാം മറുപടി ഉണ്ടല്ലോ. ഇതൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെന്തിനാ മരവിപ്പിച്ചത്? അല്ല, ചോദ്യം അങ്ങോട്ടാണ്. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ചോദ്യം പിന്നെന്തിനാ മരവിപ്പിച്ചെന്ന് പറഞ്ഞത് തന്നെ തട്ടിപ്പാണ്. മരവിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഓൾറെഡി entered into an agreement. Kerala is a part of that agreement. There is no provision to withdraw from. Only the Central School Education and Literacy Department and Central School Department and the central government, they can only have the powers
They can only withdraw from the agreement. That agreement, ആ എഗ്രിമെന്റിന്റെ അടിയില നമുക്ക് പിൻവലിക്കാൻ അധികാരം ഇല്ല, നമുക്ക് മരവിപ്പിക്കാൻ അധികാരം ഇല്ല എന്നുള്ള എഗ്രിമെന്റിന്റെ അടിയിലാണ് പോയി ഒപ്പിട്ടിട്ട് വന്നത്. അത് നമ്മളാരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതാണ്, അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളെടുത്ത് റെക്കോർഡ് നോക്കിക്കോ. ഞാൻ അന്നും വളരെ സൂക്ഷിച്ചാ പറഞ്ഞിരിക്കാം. നിങ്ങൾ നോക്കി.